ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പേഴ്സണൽ വീഡിയോ ആണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ സോപ്പിൻ്റെയോ അങ്ങനത്തുള്ള കോസ്മെറ്റിക് സാധനങ്ങളുടെ ഒന്നും വീഡിയോ അല്ല ഇന്ന് ഷെയർ ചെയ്ത് തരുന്നത്. നമ്മളിന്ന് പേഴ്സണലായിട്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ ചെയ്ത ഒരു ഞാൻ വരലക്ഷ്മി വ്രതവും അതുപോലെ തന്നെ ഏകാദശി വ്രതവും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വരലക്ഷ്മി പൂജ എന്ന് പറഞ്ഞിട്ടൊരു പൂജയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പൂജാ വീഡിയോ ആണ് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. നമ്മളിവിടെ ഉപ്പുദീപം കത്തിക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ വരലക്ഷ്മി പൂജയും നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഭഗവാന് പ്രസാദമായിട്ട് വെച്ചിട്ടുള്ളത് പഴം, അതായത് നേന്ത്ര പഴം ഉണ്ടല്ലോ, ആ പഴവും കൽക്കണ്ടം അതുപോലെ തന്നെ തേനും കൂടെ കൊഴിച്ചിട്ടുള്ളൊരു വിഭവവും പാലും, പിന്നെ നമ്മൾ എപ്പോഴും വെക്കണ പോലെ കൽക്കണ്ടവും, എപ്പോഴും കൽക്കണ്ടം വെക്കാറുണ്ട്. അപ്പോൾ കൽക്കണ്ടും കൂടെ തനിയായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ ഇനി നമ്മൾ ഈ ഒരു ദീപമുണ്ട്. അതായത് ഇപ്പം കുറേ പൂജകൾ, അതായത് ഹോമമൊക്കെ നടത്തിയതിൻ്റെ ഒരു ഫലം കിട്ടുന്ന അതായത് ഒരു ചിരാത് പോലെ ഇരിക്കും പഞ്ചഗവ്യ വിളക്കെന്ന് പറഞ്ഞിട്ട്. മിക്കവർക്കും അറിയായിരിക്കും, അറിയത്തില്ലാത്തവർക്ക് 5 പശുവിൽ നിന്ന് കിട്ടുന്ന 5 തരം പാല്, തൈര്, അങ്ങനെയുള്ള ചാണകം, അങ്ങനെയുള്ള കുറേ 5 തരം വസ്തുക്കൾ വെച്ചിട്ട് ചെയ്യണതാണ് പഞ്ചഗവ്യ. അത് നല്ല സ്മെല്ലാണ് കേട്ടോ. അത് വീട്ടിൽ കത്തിച്ച് നോക്കുമ്പോൾ നല്ല മണം ഉണ്ടാവും. ഞാൻ ഫ്രൈഡേസിലാണ് അത് വെക്കാറുള്ളത്. അപ്പം നമ്മളുടെ ആ വിളക്ക് ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാമ്പ്രാണി പൊയ്ക്കാറുണ്ട്. അതുപോലെ വിഷ്ണുവിന്, അതായത് ഞാനിവിടെ വെച്ചിട്ടുള്ളത് നമ്മുടെ വെങ്കടേശ്വരനും ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുല്ലപ്പൂ ചാർത്തിട്ടുണ്ട്, വിളക്കിന് മുല്ലപ്പൂ ചാർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കണ്ണന് ഒരു തുളസിമാല കെട്ടിയിട്ടിട്ടുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് തന്നെ കെട്ടിയിട്ടേക്കുന്ന മുല്ലപ്പൂ ഞാൻ വാങ്ങിയതാണ് കേട്ടോ, വാങ്ങിയ മാലയാണ്. പിന്നെ നമ്മുടെ ഭഗവാന്മാരെല്ലാം നല്ല ഭംഗിയായിട്ട് അണിച്ചൊരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പ്രാർത്ഥനകൾ ഒക്കെ ജപിച്ച് ചൊല്ലിയും ഒക്കെ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് ശ്രീ വിഷ്ണു സഹസ്രനാമമാണ്. ഞാൻ ഇതിൽ ഇങ്ങനത്തെ ഒരെണ്ണം, അതായത് നമ്മുടെ പണ്ട് കാലത്തെ താളിയോല ഗ്രന്ഥത്തിലൊക്കെ എന്ന പോലെ അങ്ങനെ ഒരെണ്ണം വാങ്ങി വെച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റൊക്കെ ഞാൻ ജപിക്കുമ്പോഴത്തേനും വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുക്കുമായിരുന്നു ആദ്യമൊക്കെ. ഇപ്പം അരമണിക്കൂർ 20 മിനിറ്റ്സ് അതിലും കുറഞ്ഞൊക്കെ വരുന്നുണ്ട് കേട്ടോ. ജപിച്ച് ഈസി ആയി വരുന്നുണ്ട്. നമുക്ക് ഭയങ്കര പാടായിട്ടൊക്കെ തോന്നും ആദ്യമേ ജപിക്കാം, പക്ഷേ ഇപ്പം ജപിച്ച് നമുക്ക് ഈസി ആയിട്ട് വരുന്നുണ്ട് ചൊല്ലാനായിട്ട്. പിന്നെ എൻ്റെ മോൻ അവിടെ വന്നിട്ട് കൽക്കണ്ടം വെക്കുമ്പോഴത്തേനും ആള് എടുക്കാൻ നോക്കും. പക്ഷേ കണ്ണനെയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ പറയും കണ്ണനുള്ളതാന്നൊക്കെ പറയുമ്പോൾ പിന്നെ ആൾക്ക് ഇങ്ങനെ പോകും. പിന്നെ അകത്തുനിന്നൊക്കെ ചാലൊക്കെ എടുത്ത് കൊടുക്കും, വലിയ അകത്തിരിക്കുന്നത് വേറെ. അപ്പം നമുക്ക് കുറച്ച് കണ്ണന്മാരുണ്ട്, 2-3 കണ്ണന്മാരുണ്ട്. ഇങ്ങനെ കണ്ണൻ്റെ വിഗ്രഹങ്ങളുണ്ട്. ഈ ഒരു കണ്ണനെ കണ്ട ബ്ലൂ കളറിലെ അത് ഞാനാണ് ഒരുക്കി വെച്ചേക്കുന്നത്. അതായത് പെയിൻറ് അങ്ങനെയൊന്നും അല്ലായിരുന്നു നമ്മൾ വാങ്ങിക്കുക, പക്ഷെ ഞാനത് അങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമ്മളെ നോക്കി അങ്ങനെ ഇരിക്കും ചിരിച്ചോണ്ട്. പല ഭാവമാണ്, സത്യമായിട്ടും പല ഭാവമാണ്. രാത്രിയാകുമ്പോൾ ഒരു വേറെ ഭാവം, പകൽ നോക്കുമ്പോൾ വേറൊരു മുഖം, അങ്ങനെയൊക്കെ തോന്നും എനിക്ക് കേട്ടോ. പല ഫേസിൽ ഇങ്ങനെ മാറ്റങ്ങൾ തോന്നാറുണ്ട് എനിക്ക്. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാനും വരലക്ഷ്മി വ്രതവും പൂജകളും ഒക്കെ ഏതായാലും ഏകാദശിയുടെ വ്രതം എടുക്കാറുണ്ടല്ലോ. അപ്പോൾ ഏകാദശി നോയമ്പ് എടുക്കുമ്പോഴത്തേനും രണ്ടും കൂടെ ഒരു ഇതിലേക്ക് ആയി, ഒരു വ്രതം ആയ പോലെ ആയി. അപ്പം ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് ഇപ്പം ഓരോ മതക്കാർക്കും ഓരോ വ്രതങ്ങളും ഓരോ നോമ്പുകളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള നോയമ്പുകൾ നോക്കുന്നു. അതുപോലെ തന്നെ ചിട്ടകളും നോക്കി പോകുന്നുണ്ട് കേട്ടോ. എല്ലാവരും അവനവൻ്റെ ഭഗവാന്മാരെല്ലാം അവനവൻ്റെ ദൈവങ്ങളിൽ നോക്കുന്ന പോലെ നമ്മളെല്ലാവരും ഒരേപോലെ കാണുക. ഓരോ ദൈവം പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ നോക്കുക. പിന്നെ ഞാൻ ഇവിടെ കണ്ടില്ല, താമരവിത്ത് കൊണ്ടാണ് ഞാൻ അർച്ചന ചെയ്യുന്നത്. താമരവിത്ത് വാങ്ങി വെച്ചിട്ടുണ്ട്, അപ്പോൾ 108 എണ്ണം. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പൂജ ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ലക്ഷ്മി പൂജയാണെങ്കിൽ ലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി ജപിച്ചിട്ട് 108 എണ്ണം ഇടാം. അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെയും ശിവൻ്റെ, അപ്പോൾ ഓരോ ദിവസം ഓരോ ദൈവങ്ങളുടെ ഹിന്ദുസിൽ അങ്ങനെ ഓരോ ദൈവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ചെയ്യാറുണ്ട്. അപ്പം ചൊവ്വാഴ്ച ആണെങ്കിലും മുരുകന് ഞാൻ മുരുകൻ്റെ ശതനാമാവലി അഷ്ടോത്തരം ചൊല്ലാറുണ്ട്.
അപ്പം അതെല്ലാം ഞാനിപ്പം പൂക്കൾ നല്ലത് കിട്ടുവാണെങ്കിൽ പൂക്കളിൽ ഓരോന്ന് മുല്ലപ്പൂ അങ്ങനെ കിട്ടുവാണെങ്കിൽ അതിൽ ചെയ്ത് സമർപ്പിക്കാറുണ്ട്. ഇപ്പം പൂക്കളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഞാൻ ഇങ്ങനത്തെ വിത്ത് വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ, താമര വിത്ത്. അപ്പം ആ താമര വിത്ത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് താമര. അപ്പം അത് അർപ്പിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പം എനിക്ക് എന്താണേലും ഈ വർഷം ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഭയങ്കര ഇഷ്ടം, ഭയങ്കര പോസിറ്റീവ് മൈൻഡാണ്. നമുക്ക് ഇതൊക്കെ കാണുമ്പം തന്നെ വൈബാണ്, നല്ല വൈബാണ് കേട്ടോ. അപ്പം ഈ ഫസ്റ്റ് ടൈം എനിക്ക് വരലക്ഷ്മി പൂജ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. ഇനി അടുത്ത വർഷം ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇതിൽ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു.